വാളയാർ കേസിന്റെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എം.ജെ. സോജന് IPS നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പെൺകുട്ടികളുടെ അമ്മ. കോടതി വിധി വരുന്നതിന് മുൻപേ തന്നെ നടക്കുന്ന ഇത്തരത്തിലൊരു നീക്കം കോടതിയെയും ഇരയാക്കപ്പെട്ടവരെയും വെല്ലുവിളിക്കുന്നതാണ്. സർക്കാർ ഇരയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും പെൺകുട്ടികളുടെ അമ്മ ജനം ടിവിയോട് പറഞ്ഞു. സോജന IPS കൊടുക്കാൻ നീക്കം നമ്മൾക്ക് അത് പൂർണ്ണമായിട്ട് നമ്മളെ അവഗണിക്കുന്നതിൻ്റെ ഒരു തുല്യതയാണ്. ഇരകൾക്കൊപ്പമാണെന്ന് സർക്കാർ പറയുകയും പിന്നെ ഇപ്പോൾ സോജന IPS കൊടുക്കാൻ തിരക്ക് കൂട്ടി നിൽക്കുന്നതിൻ്റെ കാരണം 100% നമ്മളെ അതവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ആണല്ലോ 100% അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതിൻ്റെ തുല്യത അതുതന്നെയാണിത്. കാരണം നമ്മൾ സോജന IPS കൊടുക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ മാസം 26-ാം തീയതി, ഇപ്പം നോക്കി ഒരു മാസം ആവുന്നേ ഉള്ളൂ, 26-ന് ചീഫ് സെക്രട്ടറി നമ്മളെ ക്ഷണിച്ചു വരുത്തുന്നു, വിളിക്കുന്നു. കോടതി പറഞ്ഞ അതിൽ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ വാദം കേട്ടു എന്ന് വരുത്തി തീർക്കുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇപ്പോൾ സോജന IPS കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ 100% നിൽക്കുന്നത്. അതിൻ്റെ ഏക തെളിവാണ് ഈ സോജന IPS കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അതിനിശ്ചിതമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഈ പെൺകുട്ടികളുടെ അമ്മ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്? സുരേഷ്, കോടതി വിധി വരുന്നതിന് മുൻപേ തന്നെ നടക്കുന്ന ഇത്തരത്തിലൊരു നീക്കം കോടതിയെയും ഇരയാക്കപ്പെട്ടവരെയും വെല്ലുവിളിക്കുന്നതാണ് എന്നുള്ളതാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രധാനമായും പറയുന്നത്. സർക്കാർ ഇരയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പമാണ് നിൽക്കുന്നത്. കേസ് അട്ടിമറിച്ച് മുഴുവൻ പ്രതികളെയും രക്ഷിച്ചെടുത്തയാളാണ് ഈ സോജന. ആ സോജനെ സർക്കാർ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും എം.ജെ. സോജന IPS ഗ്രേഡ് ലഭിക്കുന്നതിനായുള്ള സമഗ്രത സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കാനാവില്ലെന്ന് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ നൽകിയ പരാതി തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടായത്. നിലവിൽ SP ആണ് ഈ സോജൻ. ഇയാളുടെ സീനിയോറിറ്റി പ്രകാരം IPS നൽകാനുള്ള നടപടികൾ ഏതായാലും ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ സോജനെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദന ആരോപണവും വാളയാർ കേസിലെ ഈ പെൺകുട്ടികളുടെ അമ്മയുടെ പരാതിയും ഉയർന്നതിനാലാണ് ഈ സമഗ്രത സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടി തടഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഒരുങ്ങുന്നത്. വ്യക്തിഗത പരാതികൾ സ്വാധീനിക്കില്ലെന്നും ജോലിയിലെ കാര്യക്ഷമതയാണ് സർട്ടിഫിക്കറ്റ് നൽകാനായി പരിഗണിച്ചതെന്നുമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഇത് സർക്കാരിന്റെ നിലപാട് തന്നെ ഇരയ്ക്കൊപ്പമല്ലാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമാണിത് എന്നുള്ളതാണ് ഈ പെൺകുട്ടികളുടെ അമ്മ ഈ വിഷയത്തിൽ പറയുന്നത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.